T.S. Eliot ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഈ ഒരു ഫ്രൈസ് അദ്ദേഹം ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. എലിയട്ട് യൂസ്ഡ് ദിസ് ഫ്രൈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് എസ്സേ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന T.S. എലിയട്ടിൻ്റെ എസ്സേയിലാണ് അദ്ദേഹം ഈ ഒരു ഫ്രൈസ് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. The exact words that T.S. Eliot used in his essay are, in the 17th century, a dissociation of sensibility set in, from which we have never recovered. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ ഈ ഒരു ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫ്രൈസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് അതേപടി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇൻ ദ 17th century a dissociation of sensibility set in, from which we have never recovered. അതാണ് ആ ഒരു എസ്സേയിൽ നമ്മളുടെ T.S. എലിയട്ട് പറഞ്ഞിട്ടുള്ളത്. The result was a decline in poetic quality. അതും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം കേട്ടോ. അതായത് ആ ഒരു എസ്സേയിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു സെൻറ്റൻസിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രൈസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫ്രൈസ് അദ്ദേഹം ഈ ഒരു സെൻറ്റൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് അദ്ദേഹം മെയിൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു 17th century എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ആ ഒരു 17th centuryയെ അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. എന്തായിരിക്കും ആ ഒരു 17th centuryയിൽ സംഭവിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും ആ ഒരു 17th centuryയിൽ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ള ആ ഒരു ഫ്രേസിലൂടെ അദ്ദേഹം മീൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. നോക്കിയേ, ഇറ്റ് സിംപ്ലി മീൻസ് സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്. അതായത് നമ്മളുടെ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് മീൻസ് ദ സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്. തോട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രെയിൻ, അതല്ലെങ്കിൽ മൈൻഡ്. ഫീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹാർട്ട്. അപ്പോൾ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി മീൻസ് ദ സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ് എന്നാണ് T.S. എലിയട്ട് പറഞ്ഞിട്ടുള്ളത്. തോട്ട് ആൻഡ് ഫീലിംഗ് ഒരിക്കലും മറക്കരുത് കേട്ടോ. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി മീൻസ് ദ സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്. സെപ്പറേഷൻ ഓഫ് ബ്രെയിൻ ഓർ മൈൻഡ് ആൻഡ് ഹാർട്ട്. ഓക്കെ, ഇനി നോക്കിയേ, അക്കോർഡിംഗ് ടു എലിയട്ട് ദ ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ഇംഗ്ലീഷ് പോയട്രി വാസ് ദ 17th century. 17ാം നൂറ്റാണ്ട് 17th century ആയിരുന്നു ഇംഗ്ലീഷ് പോയട്രിയുടെ ഏറ്റവും പീക്ക് പോയിൻ്റ്, ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. T.S. എലിയട്ടിൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് പോയട്രിയുടെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്, പോയിൻ്റ് എന്ന് പറയുന്നത് 17th century ആയിരുന്നു. ആഫ്റ്റർ വിച്ച് ദർ വാസ് എ ഡിക്ലൈൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് പോയട്രി. 17ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള ഇംഗ്ലീഷ് പോയട്രിയിലൊക്കെ എന്തുണ്ടായിരുന്നു? ഒരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു. എന്തിൻ്റെ ഡിക്ലൈൻ, എന്തിൻ്റെ പതനമായിരുന്നു? ഇൻ ദ ക്വാളിറ്റി ഓഫ് പോയട്രി. 17ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള എല്ലാ ഇംഗ്ലീഷ് പോയട്രിയിലും ആ ഒരു ക്വാളിറ്റിയിൽ ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് പോയട്രിയൊക്കെ അടിപൊളിയായിരുന്നു, അതിനുശേഷം വന്ന പോയട്രിയിലൊക്കെ ക്വാളിറ്റി ഇച്ചിരി കുറവായിരുന്നു എന്നാണ് T.S. എലിയട്ട് അഭിപ്രായപ്പെടുന്നത്. അക്കോർഡിംഗ് ടു എലിയട്ട് the dissociation of sensibility occurred during the Civil War. Dissociation of sensibility എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്, സെപ്പറേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ഹാർട്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി occurred, അതായത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി സംഭവിക്കുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് ദ സിവിൽ വാർ. സിവിൽ വാറിൻ്റെ ആ ഒരു സമയത്താണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫ്രൈസിന് പ്രാബല്യം ഉണ്ടായത്. അതായത് ആ ഒരു ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി പോയട്രിയിലൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത് സിവിൽ വാറിൻ്റെ സമയത്താണ് എന്നാണ് പറയുന്നത്. എലിയട്ട് ഓൾസോ മെൻഷൻഡ് the influence of two most powerful poets, Milton and Dryden, in causing the split between thought and feeling. അതായത്
നമ്മളുടെ ടി.എസ്. എലിയട്ട് 2 പോയറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോൺ മിൽട്ടൺ അതുപോലെ തന്നെ ജോൺ ഡ്രൈഡൻ. അപ്പോൾ പോയട്രിയിൽ ആ ഒരു തോട്ട് ആൻഡ് ഫീലിങ്ങിൻ്റെ ആ ഒരു സ്പ്ലിറ്റിന് കാരണക്കാരായിട്ടുള്ള 2 പോയറ്റ്സാണ് മിൽട്ടൺ ആൻഡ് ഡ്രൈഡൻ. ഇവർ രണ്ടുപേരും നോക്കിയേ. അക്കോർഡിംഗ് ടു എലിയട്ട്, ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഹു റോട്ട് ഡ്യൂറിംഗ് ദ 17th century സച്ച് ആസ് ജോൺ ഡൺ, ആൻഡ്രൂ മാവൽ had unification of sensibility. Unification of sensibility means union of thought and feeling. അപ്പോൾ 17th century മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിരുന്ന ജോൺ ഡൺ അതുപോലെ തന്നെ ആൻഡ്രൂ മാവൽ ഇവരുടെയൊക്കെ പോയട്രി എടുത്തിട്ട് നമ്മളുടെ എലിയട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് 17th century ഇംഗ്ലീഷ് പോയട്രിയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്നുള്ളത് അല്ലേ. അതിനുശേഷമുള്ള പോയട്രിയിലാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി സംഭവിച്ചിട്ടുള്ളത്, സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 17ാം നൂറ്റാണ്ടിലെ 2 മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിട്ടുള്ള ആൻഡ്രൂ മാവൽ അതുപോലെ തന്നെ ജോൺ ഡൺ ഇവരുടെ 2 പേരുടെയും പോയട്രി എടുത്ത് നമ്മളുടെ ടി.എസ്. എലിയട്ട് നോക്കി. അപ്പോൾ അതിൽ അദ്ദേഹം കാണുന്നത് എന്താണ്? യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ആണ്. യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്, യൂണിയൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ് ആണ്. യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുമ്പോൾ യൂണിയൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ 17th century പോയട്രി അടിപൊളിയായിരുന്നു എന്ന് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 17th century 2 മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിരുന്നു ആരൊക്കെ? ജോൺ ഡൺ അതുപോലെ തന്നെ ആൻഡ്രൂ മാവൽ. അപ്പോൾ ഇവരുടെ പോയട്രിയിൽ നമ്മളുടെ എലിയട്ട് എന്ത് കണ്ടിട്ടുണ്ട്? യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി കണ്ടിട്ടുണ്ട്. അപ്പോൾ 17th century പോയറ്റ്സിൻ്റെയൊക്കെ പോയട്രിയിൽ ആ ഒരു യൂണിയൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ് നമ്മളുടെ ടി.എസ്. എലിയട്ടിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന പോയട്രിയിൽ സ്പ്ലിറ്റാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സ്പ്ലിറ്റ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ഫീലിംഗ്. അതായിരുന്നു എന്ത്? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഓക്കെ, ഇനി നോക്കിയേ. ജോൺ ഡണ്ണിൻ്റെ ഒരു പോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു പോം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. 2 ലവേഴ്സിൻ്റെ ആ ഒരു കാര്യം പറയുന്ന ഒരു പോയട്രിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു മെറ്റാഫിസിക്കൽ പോമാണ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോം അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജോൺ ഡൺ ഇൻ ഹിസ് പോം വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് had compared 2 lovers separated by distance with 2 legs of a compass. അതായത് 2 ലവേഴ്സിനെയാണ് അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലേ. 2 പേരും എന്താണ്? ഒരുപാട് അകലെയാണെങ്കിലും അവരെ അടുത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു ലവ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു കോമ്പസിൻ്റെ 2 ലെഗ്സ് ആയിട്ടാണ് അവർ 2 പേരെയും നമ്മളുടെ പോയറ്റ് അതിൽ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. ആ ലവേഴ്സിനെ ആ ഒരു കോമ്പസിൻ്റെ 2 ലെഗ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര ദൂരെയാണെങ്കിലും അവസാനം അവർ 2 പേരും എന്താണ്? ഒന്നായിട്ട് മാറും എന്നുള്ള ആ ഒരു ഇമേജാണ് നമുക്കതിലൂടെ കൺവേ ചെയ്യുന്നത് അല്ലേ. ആ ഒരു മെറ്റാഫറാണ് നമുക്കതിലൂടെ നമ്മളുടെ പോയറ്റ് കൺവേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന ആ ഒരു പോയത്തിൽ ആ ഒരു കോമ്പസിൻ്റെ 2 ലെഗ്സ് ആയിട്ട് 2 ലവേഴ്സിനെ കമ്പയർ ചെയ്തത് കണ്ടു അല്ലേ. ആ ഒരു മെറ്റഫർ യൂസ് ചെയ്തത് കണ്ടു. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റിയാണ്. അതായത് യൂണിയൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ് ആണ് നമുക്കതിൽ കാണുന്നത്. നോക്കിയേ. അക്കോർഡിംഗ് ടു എലിയട്ട്, ദിസ് പോം റിസൾട്ടഡ് ഫ്രം ദ യൂണിയൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്. In short, the poet has thought a lot to come up with such an extended metaphor where he is comparing 2 lovers separated by distance to the 2 legs of a compass. And at the same time, the poet has also felt deeply to convey the right emotion in the poem. അതായത് ഈ ഒരു കോമ്പസ് ഇമേജിലൂടെ നമ്മളുടെ പോയറ്റ് എന്താണ്? ആ ഒരു റൈറ്റ് ഇമോഷൻ, ആ ഒരു ലവേഴ്സ് എത്രമാത്രം ഡിസ്റ്റൻസിലാണെങ്കിൽ കൂടെയും അവരുടെ ആ ഒരു ഫീലിംഗ്, ആ ഒരു ലവ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇമോഷൻ അതേപടി റീഡേഴ്സിലോട്ട് എത്തിക്കുക എന്നുള്ള ആ ഒരു എയിമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? നമ്മളുടെ ജോൺ ഡണ്ണിന് ഉണ്ടായിരുന്നത്, പോയറ്റിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിലെന്താണ്? വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പോം വായിക്കുമ്പോൾ, വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന ആ ഒരു പോം വായിക്കുമ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു മെറ്റാഫിസിക്കൽ പോമാണത്. അത് നമ്മൾ വായിക്കുമ്പോൾ എന്താണ്?
പോയറ്റ് ഉദ്ദേശിച്ച ആ ഒരു റൈറ്റ് ഇമോഷൻ, ആ ഒരു ലവേഴ്സിൻ്റെ ആ ഒരു ഇമോഷൻ തന്നെ നമുക്ക് എന്താണ് റീഡേഴ്സിന് അതേപടി ആ ഒരു പോം വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. റീഡേഴ്സിൻ്റെ മനസ്സിൽ ഇവോക്ക് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മളുടെ ജോൺ ടെന്നൻ എന്ന് പറയുന്ന ആ ഒരു പോയറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളുടെ T.S. എലിയട്ട് അവകാശപ്പെടുന്നത് കേട്ടോ. നോക്കിയേ, അക്കോർഡിംഗ് ടു എലിയട്ട് ദ ബെസ്റ്റ് പോയട്രി ഈസ് ദാറ്റ് which is created by combining emotion with intellect. അപ്പോൾ എലിയട്ടിൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? which is created by combining emotion with intellect. ഇമോഷനും ഇൻ്റലക്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോയട്രിയാണ് ബെസ്റ്റ് പോയട്രി എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ T.S. എലിയട്ട് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ബെസ്റ്റ് പീസ് ഓഫ് പോയട്രി we should combine emotion with intellect. നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ഇൻ്റലക്റ്റ് അതോടൊപ്പം ഇമോഷനും കൂടെ കമ്പൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ഒരു ബെസ്റ്റ് പീസ് ഓഫ് പോയട്രി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ആര് പറയുന്നത്? T.S. എലിയട്ട് പറയുന്നത്. In our day-to-day lives, we often wonder whether we should listen to our brain or our heart. റൈറ്റ്. നമ്മളെന്താണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എപ്പോഴും എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ നമ്മളുടെ ഹാർട്ട് പറയുന്നത്, നമ്മളുടെ മനസ്സ് പറയുന്നത് കേൾക്കണോ അതോ നമ്മളുടെ ബ്രെയിന് പറയുന്നത് കേൾക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നമ്മൾ എത്താറുണ്ട് അല്ലേ? പക്ഷേ മിക്കപ്പോഴും നമ്മളെന്താണ് ഇവർ രണ്ടുപേര് പറയുന്നതും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു ഡെസിഷൻ എടുക്കാറുള്ളത് അല്ലേ? ബ്രെയിന് പറയുന്ന മാത്രം കേൾക്കാനും പറ്റില്ല, ഹാർട്ട് പറയുന്ന മാത്രം കേൾക്കാനും പറ്റില്ല. ഇവർ രണ്ടുപേരുടെയും തീരുമാനം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ ഡെസിഷൻ എടുക്കാറുള്ളത് അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അവർ ബെസ്റ്റ് ഡെസിഷൻസ് ആർ ഓഫൺ ദോസ് ദാറ്റ് ആർ ടേക്കൺ വിത്ത് ബോത്ത് ബ്രെയിൻ ആൻഡ് ഹാർട്ട് when we combine our emotion with our intellect. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ ഇമോഷനൊക്കെ നമ്മളുടെ നമ്മളുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള ആ ഒരു തീരുമാനവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു ഡെസിഷൻ എടുക്കാറുള്ളത് അല്ലേ? ഓക്കെ. അതുപോലെ സിമിലർലി ബെസ്റ്റ് പോയട്രി ഈസ് ദാറ്റ് which is written with both brain and heart, which written by combining emotion with intellect, which is written by combining emotion with ഇൻ്റലക്റ്റ്. നമ്മളിപ്പോൾ ഒരു ഡെസിഷൻ എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ബ്രെയിന് പറയുന്നത് കേൾക്കണോ ഹാർട്ട് പറയുന്നത് കേൾക്കണോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? പ്രാക്ടിക്കലായി ചിന്തിക്കുക എന്നൊക്കെ ചിലർ നമ്മളോട് പറയാറില്ലേ? അപ്പോൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നറിയാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളുടെ ഹാർട്ട് പറയുന്നതും ബ്രെയിന് പറയുന്നതും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അവസാനം ഒരു ഡെസിഷനിലെത്തും അല്ലേ? അതുപോലെ ഒരു ബെസ്റ്റ് പീസ് ഓഫ് പോയട്രി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് മാത്രം പോരാ? ഹാർട്ട് മാത്രം പോരാ, പിന്നെ എന്തുകൂടെ വേണം? ഇൻ്റലക്റ്റൂടെ വേണം. അപ്പോൾ നമ്മളുടെ ബെസ്റ്റ് പോയട്രി ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രെയിൻ ആൻഡ് ഹാർട്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. അതായത് ഇമോഷൻ വിത്ത് ഇൻ്റലക്റ്റ് ആ ഒരു കോമ്പിനേഷനാണ് ഒരു ബെസ്റ്റ് പീസ് ഓഫ് പോയട്രി ക്രിയേറ്റ് ചെയ്യാനുള്ള റെസിപ്പി എന്നാണ് നമ്മളുടെ T.S. എലിയട്ട് പറയുന്നത്. എലിയട്ട് ഒബ്സർവ്ഡ് ദാറ്റ് poets until the 17th century thought and felt. നമ്മളുടെ 17th സെഞ്ച്വറിയിലുള്ള പോയറ്റ്സ്, അതായത് 17th സെഞ്ച്വറി വരെയുള്ള പോയറ്റ്സിനെ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെയൊക്കെ പോയട്രി നമ്മുടെ T.S. എലിയട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം കണ്ടെത്തുന്നൊരു കാര്യം എന്ന് പറയുന്നത് 17th സെഞ്ച്വറി വരെയുള്ള പോയറ്റ്സ് അവർക്കെന്താണ് ദേ തോട്ട് ആൻഡ് ഫെൽറ്റ്. അവരുടെ പോയട്രിയിൽ നമുക്ക് ആ ഒരു തോട്ടും ഫീലിങ്സും ആ ഒരു കോമ്പിനേഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഹവെവർ വിത്ത് ദ ഓൺസെറ്റ് ഓഫ് സയൻറ്റിഫിക് rationalism in the Enlightenment or Neoclassical age, poets only thought. അപ്പോൾ 17th സെഞ്ച്വറി വരെയുള്ള പോയറ്റ്സ് they thought and felt എന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ however with the onset of scientific rationalism in the Enlightenment or Neoclassical age, poets only thought. എൻലൈറ്റൻമെൻറ്റ് ഏജ് അതല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഏജിലുള്ള പോയറ്റ്സ് അവരെങ്ങനെയായിരുന്നു? അവർ ദേ ഓൺലി
തോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവർക്ക് ഫെൽറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ഓൺലി തോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പോയട്രി, ഒരു ബെസ്റ്റ് പീസ് ഓഫ് പോയട്രി ആണെങ്കിൽ തോട്ടും ഫീലിങ്സും കമ്പൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 17th സെഞ്ച്വറിയിലെ പോയറ്റ്സ് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിയോ ക്ലാസിക്കൽ ഏജ് അതല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് ഏജിലെ പോയറ്റ്സ് ദേ ഓൺലി തോട്ട്, ദേ ഡിഡിൻറ്റ് ഫെൽറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ക്വാളിറ്റി മാത്രമേ അവരുടെ പോയട്രിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ദേ ഓൺലി തോട്ട്. തോട്ടിൻ്റെ കൂടെ ഫീലിംഗും കൂടെ വരണം, അപ്പോഴേ എന്താവുള്ളൂ, ബെസ്റ്റ് പീസ് ഓഫ് പോയട്രി ആവുള്ളൂ അല്ലേ. അപ്പോൾ നിയോ ക്ലാസിക്കൽ ഏജിലെ അതല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് ഏജിലെ പോയറ്റ്സ് അവരുടെ പോയട്രി എന്താണ്, അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലായിരുന്നു, ക്വാളിറ്റി ഇച്ചിരി കുറവായിരുന്നു. കാരണം എന്താണ്, ദേ ഓൺലി തോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. This is observed in the poems of John Dryden and Alexander Pope. ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നിയോ ക്ലാസിക്കൽ ഏജ് അതല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് ഏജിലെ 1-2 പോയറ്റ്സിനെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ജോൺ ഡ്രൈഡൻ അതുപോലെ തന്നെ അലക്സാണ്ടർ പോപ്പ്, ഇവരുടെയൊക്കെ പോംസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിൽ ഒരു കാര്യം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഏതാണത്, തോട്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഫെൽറ്റ് എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. തോട്ട് ആൻഡ് ഫെൽറ്റ് എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ ഇവരുടെ പോംസിൽ കാണാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ദേ ഓൺലി തോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആഫ്റ്റർ ദ എൻലൈറ്റൻമെൻറ്റ് ഏജ് കെയിം ദ റൊമാൻറ്റിക് ഏജ്. ഇനി ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ് ഇവരുടെയൊക്കെ നിയോ ക്ലാസിക്കൽ ഏജിന് ശേഷം നമ്മളുടെ റൊമാൻറ്റിക് ഏജ് വരുന്നുണ്ട്. അപ്പോൾ റൊമാൻറ്റിക് ഏജിലെ പോയറ്റ്സ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഇൻ ദ റൊമാൻറ്റിക് ഏജ് പോയറ്റ്സ് ലൈക്ക് വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്സ് ഓൺലി ഫെൽറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, റൊമാൻറ്റിക് ഏജിലോട്ട് നമ്മൾ വരുമ്പോൾ വേർഡ്സ്വർത്ത്, കോളറിഡ്സ് ഇവരൊക്കെയാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ വേർഡ്സ്വർത്തും കോളറിഡ്സും ഒക്കെ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ദേ ഓൺലി ഫെൽറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവർക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന പോയറ്റ്സൊക്കെ എങ്ങനെയായിരുന്നു, ദേ ഓൺലി തോട്ട്. അതിനുശേഷം വന്നവരാണ് ആര്, റൊമാൻറ്റിക് ഏജിലെ പോയറ്റ്സൊക്കെ, അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ദേ ഓൺലി ഫെൽറ്റ്. സോ ബെസ്റ്റ് പോയട്രി ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫെൽറ്റ് അല്ലേ. തോട്ട്സും ഫീലിങ്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആവണം ഏത്, ബെസ്റ്റ് പോയട്രി എന്ന് പറയുന്നത്. പക്ഷേ 17th സെഞ്ച്വറിയിലെ പോയറ്റ്സ് മാത്രമാണ് അങ്ങനെ പോം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന പോയറ്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു, ഒന്നെങ്കിൽ തോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഫെൽറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. നോക്കിയേ, ഇൻ ദ വിക്ടോറിയൻ ഏജ്, ഇനി റൊമാൻറ്റിക് ഏജിന് ശേഷം വിക്ടോറിയൻ ഏജ് വന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു പോയറ്റ്സ് നോക്കിയേ, ദ വാസ് എ റിട്ടേൺ അഗെയിൻ ടു തിങ്കിങ് വിത്ത് പോയറ്റ്സ് ലൈക്ക് ടെന്നീസൺ ആൻഡ് ബ്രൗണിങ്. അപ്പോൾ വിക്ടോറിയൻ ഏജ് വന്നപ്പോൾ വീണ്ടും എന്താണ്, തിങ്കിങ് മാത്രമുള്ള പോയറ്റ്സ് വീണ്ടും വരികയാണ്. അതായത് ടെന്നീസൺ, അതുപോലെ തന്നെ റോബർട്ട് ബ്രൗണിങ് തുടങ്ങിയിട്ടുള്ള പോയറ്റ്സിൻ്റെയൊക്കെ പോംസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, തിങ്കിങ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ദേ ഓൺലി തോട്ട്. അതായത് നിയോ ക്ലാസിക്കൽ ഏജ്, എൻലൈറ്റൻമെൻറ്റ് ഏജിലെ പോയറ്റ്സ് ആയിരുന്ന അലക്സാണ്ടർ പോപ്പ്, ജോൺ ഡ്രൈഡൻ തുടങ്ങിയിട്ടുള്ള പോയറ്റ്സിൻ്റെ പോംസ് നമ്മൾ വായിക്കുമ്പോൾ ദേ ഓൺലി തോട്ട്സ് മാത്രമാണ് അതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഫീലിങ്സ് ഇല്ലായിരുന്നു. പിന്നീട് റൊമാൻറ്റിക് ഏജ് വന്നപ്പോൾ അവിടെ തോട്ട് ഇല്ലായിരുന്നു, ഫീലിങ്സ് മാത്രമാണ് കണ്ടത്. പിന്നീട് വിക്ടോറിയൻ ഏജ് വന്നപ്പോൾ വീണ്ടും ടെന്നീസണും ബ്രൗണിങ്ങും പോലുള്ള പോയറ്റ്സിൻ്റെയൊക്കെ പോംസ് നമ്മൾ വായിക്കുമ്പോൾ അവിടെയും തോട്ട്സ് മാത്രമാണ് കാണാൻ കഴിയുന്നത്, ഫീലിംഗ് ഇല്ല. അപ്പോൾ എന്താണ്, ബെസ്റ്റ് പീസ് ഓഫ് പോയട്രി ആവണമെങ്കിൽ തോട്ട്സും വേണം ഫീലിങ്സും വേണം എന്നാണ് എലിയട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ ഏജ് മാറി മാറി വരുമ്പോഴും അതിലെ പോയറ്റ്സിനൊക്കെ ഒന്നെങ്കിൽ തോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഫീലിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നോക്കിയേ, Eliot pleads for a reintegration of thought and feeling in the poetry of modern age. എന്താ പറയുന്നത്, ഇനി മോഡേൺ ഏജിലെ പോയറ്റ്സിനോടൊക്കെ ഇങ്ങനെ പ്ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, യാചിക്കുക അല്ലേ. അപ്പോൾ നമ്മളുടെ T.S. എലിയട്ട് മോഡേൺ ഏജിലെ പോയറ്റ്സിനോട് പറയുകയാണ് എന്ത്, ടു റീഇൻറ്റഗ്രേറ്റ് തോട്ട് ആൻഡ് ഫീലിംഗ് ഇൻ ദെയർ പോയട്രി. അപ്പോൾ മോഡേൺ ഏജിലെ പോയറ്റ്സിനോട് നമ്മളുടെ T.S. എലിയട്ട് പറയുകയാണ്, നിങ്ങൾ തോട്ട്സ് മാത്രം വെച്ചിട്ട് പോയട്രി ക്രിയേറ്റ് ചെയ്യരുത്, ഫീലിങ്സ് മാത്രം വെച്ചിട്ടും പോയട്രി ക്രിയേറ്റ് ചെയ്യരുത്. പകരം 17th സെഞ്ച്വറിയിലെ പോയറ്റ്സിനെ നിങ്ങൾ വായിച്ചിട്ടില്ലേ, അവരുടെ പോംസൊക്കെ ബെസ്റ്റ് പീസ് ഓഫ് പോയട്രിയാണ്. കാരണം ദോ വി ക്യാൻ സീ എ കോമ്പിനേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ് എന്ന് മോഡേൺ ഏജിലെ പോയറ്റ്സിനോട് പറയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളും റീഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്ത്,
തോട്ട് ആൻഡ് ഫീലിങ്സ് ഇൻ യുവർ പോയട്രി എന്നാണ് മോഡേൺ ഏജിലെ പോയറ്റ്സിനോട് ആര് പറയുന്നത്? നമ്മളുടെ T.S. എലിയട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 17th സെഞ്ച്വറിയിലെ പോയറ്റ്സ് തോട്ട് ആൻഡ് ഫീലിംഗ് കറക്റ്റായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് പോയട്രി എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 17th സെഞ്ച്വറി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയട്രിയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ആയിരുന്നു എന്ന് T.S. എലിയട്ട് അവകാശപ്പെടുന്നുണ്ട്. കാരണം ബെസ്റ്റ് പീസ് ഓഫ് പോയട്രിയാണ് നമുക്ക് 17th സെഞ്ച്വറിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ബെസ്റ്റ് പീസ് ഓഫ് പോയട്രി വി ഷുഡ് കമ്പൈൻ തോട്ട് ആൻഡ് ഫീലിങ്സ്. സോ T.S. എലിയട്ട് 17th സെഞ്ച്വറിയിലെ പോയറ്റ്സിൻ്റെ പോംസിലൊക്കെ ഈ ഒരു തോട്ടും ഫീലിങ്ങും കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പോയറ്റ്സിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എക്സാമ്പിളായിട്ട് നമ്മൾ 1-2 പോയറ്റ്സിനെ കണ്ടു അവിടെ. അതിനുശേഷം എൻലൈറ്റൻമെൻറ്റ് ഏജ് അതല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ ഏജിലെ പോയറ്റ്സിനെ നമ്മൾ കണ്ടു. പോപ്പ് അതുപോലെ തന്നെ ഡ്രൈഡൻ തുടങ്ങിയിട്ടുള്ള പോയറ്റ്സിൻ്റെയൊക്കെ പോംസിനെ കുറിച്ച് T.S. എലിയട്ട് പറഞ്ഞത് എന്താണ്? അവരൊക്കെ തോട്ട് മാത്രമാണ് പോംസ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഫീലിംഗ് കാണാനില്ലായിരുന്നു. അതിനുശേഷം റൊമാൻറ്റിക് ഏജ് വന്നപ്പോൾ അവിടെ ഫീലിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ വേർഡ്സ്വർത്തും കോളറിഡ്ജൊക്കെ ഫീലിംഗ് മാത്രം വെച്ചിട്ടാണ് പോംസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ തോട്ടിൻ്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. പിന്നെയോ വിക്ടോറിയൻ ഏജിലോട്ട് വന്നപ്പോൾ അവിടെ വീണ്ടും എന്താണ്? ബ്രൗണിങ്, ടെന്നീസൺ പോലുള്ള പോയറ്റ്സൊക്കെ തോട്ട് മാത്രമാണ് പോയട്രിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫീലിംഗ് ഇല്ലായിരുന്നു. എന്നിട്ട് മോഡേൺ ഏജിലെ പോയറ്റ്സിനോടായിട്ട് എലിയട്ട് പറയാണ്, നിങ്ങൾ ഇവരെ പോലെയൊന്നും ആവരുത്. 17th സെഞ്ച്വറിയിലെ പോയറ്റ്സിനെ പോലെ തോട്ടും ഫീലിങ്ങും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് കമ്പൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ പോയട്രി എഴുതാൻ എന്ന് പ്ലീഡ് ചെയ്യാണ്, യാചിക്കുകയാണ്. ആരോട്? നമ്മളുടെ മോഡേൺ ഏജിലെ പോയറ്റ്സിനോട് ആര് ചെയ്യുന്നത്? നമ്മളുടെ T.S. എലിയട്ട് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, നോക്കിയേ. Therefore his poems such as The Waste Land have unification of sensibility, which means union of thought and feeling. ഇനി മോഡേൺ ഏജിലെ പോയറ്റ്സിനോടൊക്കെ നിങ്ങൾ തോട്ടും ഫീലിങ്ങും ഒക്കെ കമ്പൈൻ ചെയ്യണം കേട്ടോ. ഇന്ന ഏജിലെ പോയറ്റ്സൊക്കെ തോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് അവരുടെ പോയത്തിൽ. ഇന്ന പോയറ്റ്സിനൊക്കെ ഫീലിങ്സ് മാത്രമാണ് അവരുടെ പോയത്തിൽ ഉണ്ടായിരുന്നത്. 17th സെഞ്ച്വറിയിലെ പോയറ്റ്സൊക്കെ തോട്ടും ഫീലിങ്ങും കമ്പൈൻ ചെയ്തിട്ട് ബെസ്റ്റ് പീസ് ഓഫ് പോയട്രിയാണ് അവരൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ വലിയ വർത്തമാനം പറയുന്നുണ്ട് ആര്? T.S. എലിയട്ട് ഇല്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വലിയ വർത്തമാനം മാത്രമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പോംസ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മളുടെ T.S. എലിയട്ടിൻ്റെ പോംസ് നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ കറക്റ്റായിട്ട് തോട്ടും ഫീലിങ്ങും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള പോംസാണ് T.S. എലിയട്ടിൻ്റെ പോംസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വർത്തമാനം മാത്രമല്ല പ്രവൃത്തിയിലും കൂടെ തൻ്റെ വാക്കുകൾ ചേർത്ത് വെക്കുന്ന ഒരാളാണ് ആര്? T.S. എലിയട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പോയറ്റ് കേട്ടോ. അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു പോം കൊടുത്തിട്ടുണ്ട്. ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന T.S. എലിയട്ടിൻ്റെ പോം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പോംസിൽ പാലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ദ വേസ്റ്റ് ലാൻഡ് ഈസ് എ ബെസ്റ്റ് പീസ് ഓഫ് poetry because though we can see a combination of thought and feeling എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എന്ത്? നമ്മളുടെ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ള ആ ഒരു ഫ്രേസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് കേട്ടോ. സോ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി മീൻസ് സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്, സെപ്പറേഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.